ഇടുക്കി രാമക്കൽമേടിനെ സംബന്ധിച്ചുള്ള രാമകഥാ പ്രമേയമാക്കി കവിത രചിച്ചിരിക്കുകയാണ് നെടുങ്കണ്ടം സ്വദേശിയും യുവകവിയുമായ രതീഷ്. അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കാനിരിക്കെ രാമക്കൽമേടും രാമനും തമ്മിലുള്ള ബന്ധം പുതുതലമുറയിലേക്ക് കൂടി എത്തിക്കുക എന്ന ലക്ഷ്യത്തിലൂടെയാണ് രതീഷ് കവിത എഴുതിയത്. ആ കവിത എഴുതിയ രതീഷിനെയും കണ്ടുവരാം. പാടുക ശാരിക പൈങ്കിളി ഇന്നു നീ രാമായണ കഥയൊന്നുകൂടി. ഉത്തമനായ ശ്രീരാമന്റെ അയോധ്യ പ്രാണപ്രതിഷ്ഠയ്ക്കൊരുങ്ങുവല്ലേ. ആ നല്ല നാളിൽ നീ പാടേണമെന്നുടെ രാമക്കൽമേടിൻ പെരും പെരുമാ. രാമക്കൽമേടും ശ്രീരാമചന്ദ്രനും തമ്മിലുള്ള ബന്ധമെന്തെന്ന് മുമ്പ് വ്യക്തമായതാണ്. പഴമക്കാർ പറഞ്ഞ ആ ഐതിഹ്യ കഥകളാണ് വരികളായി രതീഷ് എഴുതി ചേർത്തത്. സൗമിത്രനോടൊത്തു ചതുരംഗ കേളിക്ക് ചതുരംഗ പാറയിൽ വന്ന കഥ, വൈദേഹിയെ തിരഞ്ഞെത്തിയ രാമന കുന്നിൻ മുകളിലലഞ്ഞ കഥ. അയോധ്യയിൽ ശ്രീരാമ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് നടക്കുമ്പോൾ രാമക്കൽമേട്ടിൽ ശ്രീരാമപാദം പതിഞ്ഞ കഥ നാടാകെ പാടണമെന്ന നിശ്ചയദാർഢ്യത്തിൽ നിന്നാണ് ഈ കവിത പിറവിയെടുത്തത്. അതെത്തിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അയോധ്യയുടെ പ്രാണപ്രതിഷ്ഠയായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് അയോധ്യരാമ ക്ഷേത്രം ഉയർന്നു വരുന്നത്. അപ്പോൾ ഈ ലോകത്താകമാനമുള്ള ഹിന്ദുക്കളുടെ ഒരു വിശ്വാസപ്രകാരം ഉത്തമ പുരുഷനാണല്ലോ രാമൻ. അപ്പോൾ ഈ രാമൻ്റെ ഒരു കാൽപാദം പതിഞ്ഞൊരു സ്ഥലമാണ് രാമക്കൽമേട്. അപ്പോൾ നമ്മൾ ചെറുപ്പം തൊട്ടേ അങ്ങനെയാണ് കേട്ട് വന്നത്. അപ്പോൾ കൂടുതലായിട്ട് പറഞ്ഞാൽ ഇടുക്കി ജില്ലയായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കഥകളുണ്ട്. രാമനും സീതയും വന്നതായിട്ടും ഒരുപാട് കഥകളുണ്ട്. അങ്ങനെ പെരിയാറിലെ കുറവിനും കുറച്ചായിട്ടുള്ളത്. അപ്പോൾ ആ ഇതെല്ലാം കൂടെ ഒന്ന് കണക്ട് ചെയ്തിട്ട് ഞാൻ അങ്ങനെ എഴുതിയാണ്. ലോറി ഡ്രൈവറായ രതീഷ് ഒഴിവ് സമയങ്ങളിലാണ് കവിതകൾ എഴുതുന്നത്. കവിത, കഥ, ചെറുകഥ, യാത്രാ വിവരണം, അനുഭവക്കുറിപ്പുകൾ തുടങ്ങി 500-ലധികം സൃഷ്ടികളാണ് രതീഷിൻ്റെതായി ഇതുവരെ പുറത്തിറങ്ങിയിട്ടുള്ളത്. തന്റെ സൃഷ്ടികൾ പുസ്തക രൂപത്തിലാക്കി പുറത്തെത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ എഴുത്തുകാരൻ. ഒടുവിൽ തലയെടുപ്പോടെ ഈ കുന്നിൽ കുറവ് ശില്പങ്ങൾ ഉയർന്ന കഥ. സുബിൻ തോമസ്, ജനം, ഇടുക്കി.